കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് യോഗത്തിൽ ചാൻസലർ നോമിനേറ്റ് ചെയ്ത അംഗങ്ങളെ SFI തടഞ്ഞതിനെതിരെ ഗവർണർ നൽകിയ ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ. അംഗങ്ങളെ തടയാൻ വൈസ് ചാൻസലർ ഡോക്ടർ M.K. ജയരാജ് കൂട്ടുനിന്നെന്നാരോപിച്ച് ABVP പ്രവർത്തകർ ഇന്ന് വൈസ് ചാൻസലറെ ഉപരോധിക്കുന്നുമുണ്ട്. കോഴിക്കോട് നിന്ന് ഷഹദ് റഹ്മാനാണ് ചേരുന്നത്. ഷഹദ്, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് അവിടെ ഒരു ഉപരോധമൊക്കെ ഉണ്ടല്ലോ, വിശദാംശങ്ങൾ. ഷഹദിന്റെ ഫോൺ കട്ടായി എന്നാണ് തോന്നുന്നത്. നമുക്ക് അതിലേക്ക് തന്നെ വരാം. ഇന്നലെ നമ്മൾ കണ്ടതാണ് സെനറ്റ് അംഗങ്ങളെ, അത് ഗവർണർ നാമനിർദ്ദേശം ചെയ്ത സെനറ്റ് അംഗങ്ങളെ SFI തടയുന്നു. അതേ തുടർന്ന് വലിയ സംഘർഷം അവിടെ ഉണ്ടായി. ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ചായിരുന്നു ഈ പ്രതിഷേധക്കാർ എത്തിയത്. ഇന്നലെ തടയൽ, ഇന്ന് ഉപരോധം, എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് അവിടെ? മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന ആൻഡ് സ്മിത. കാലിക്കറ്റ് സർവകലാശാലയെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസമായി സംഘർഷഭരിതമാണ്. ഇന്നലെ സെനറ്റ് യോഗം ഉണ്ടായിരുന്നു. സെനറ്റ് യോഗത്തിലേക്ക് ഈ ഗവർണർ നോമിനേറ്റ് ചെയ്ത ആളുകളെ അല്ലെങ്കിൽ നോമിനേറ്റ് ചെയ്ത പ്രവർത്തകരെ അകത്തേക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നില്ല SFI. അതിൻ്റെ പേരിൽ വലിയ രീതിയിൽ സംഘർഷമുണ്ടായി. തടയുകയും പിന്നീട് വാക്കേറ്റവും ഒക്കെ തന്നെ ഉണ്ടാവുകയും ചെയ്തു. ഇന്ന് അതിൽ പ്രതിഷേധിച്ച്, അതായത് ഗവർണർ നോമിനേറ്റ് ചെയ്ത ആളുകളെ സെനറ്റ് ഹൗസിലേക്ക് കയറ്റാൻ സമ്മതിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഇന്ന് ABVPയുടെ നേതൃത്വത്തിൽ ഇന്ന് ഒരു മാർച്ച് കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ പത്മശ്രീ ഉൾപ്പെടെ വാങ്ങിയിട്ടുള്ള ആളുകളാണ് ഇന്നലെ ഈ പൊരി വെയിലത്ത് ഈ സെനറ്റ് ഹൗസിന് പുറത്തു നിന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ഈ സെനറ്റ് അംഗങ്ങളും ഒപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ കക്ഷികളും ഒക്കെ തന്നെ ഈ പരാതി ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. പോലീസ് കേസ് ഒരു ഭാഗത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഗവർണർക്കും ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ സമർപ്പിക്കുന്നുണ്ട്. കൂടാതെ വൈസ് ചാൻസലർക്കും ഇതുമായി ബന്ധപ്പെട്ട ഇന്നലെ തന്നെ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുന്ന ഘട്ടത്തിൽ ഇന്നും ഒരുപക്ഷേ കാലിക്കറ്റ് സർവകലാശാലയുടെ ഈ ഒരു ദിനം എന്ന് പറയുന്നത് സംഘർഷഭരിതം തന്നെയായിരിക്കും, അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ ഇരമ്പും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ യോഗം നടക്കുന്നത്. യോഗം നടക്കുന്ന ഘട്ടത്തിൽ ആദ്യം തന്നെ പോലീസിന്റെ സംരക്ഷണം ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ മതിയായ സംരക്ഷണം ഇവർക്ക് ആർക്കും തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നൊരു ആക്ഷേപം ഇവർ ഉന്നയിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അവർ ഇന്നലെ തന്നെ മാധ്യമപ്രവർത്തകരോട് പറയുകയും ചെയ്തിട്ടുണ്ട്. വൈസ് ചാൻസലറുടെ ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തിയ ഘട്ടത്തിൽ അദ്ദേഹം കൃത്യമായിട്ടൊരു മറുപടി നൽകിയിട്ടില്ല എന്നൊരു കാര്യമാണ് പ്രധാനമായിട്ടും ഇവർ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുകയാണ്. ഒപ്പം തന്നെ പ്രതിഷേധങ്ങൾ മറ്റൊരു ഭാഗത്ത് തുടരുകയും ചെയ്യുന്നുണ്ട്. ക്രിസ്റ്റീന, സ്മിത. ശരി, ഷഹദ് ഗുഡ് മോർണിംഗ് ഒരിക്കൽ കൂടി പറയുകയാണ്. ഷഹദിനെ രാവിലെ കാണുമ്പോൾ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഊർജ്ജം കിട്ടുന്നുണ്ട്. എപ്പോഴും സന്തോഷവാനായി കാണുന്ന ഒരാളാണ് ഷഹദ്. ആ ഒരു പോസിറ്റീവ്നെസ് തന്നെ ഇന്ന് മുഴുവൻ ഉണ്ടാകും. മാത്രമല്ല, ആരെങ്കിലും ദേഷ്യപ്പെട്ടാലും ചിരിച്ചുകൊണ്ടിരിക്കും. ശരി, അപ്പൊ പിന്നെ നമുക്ക് വഴക്ക് പറയാൻ തോന്നുകയില്ല എന്ന് തോന്നുന്നു അല്ലേ? ഗുഡ് ഡേ ഷഹദ്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.